ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കാണാമോ ജാപ്പനീസ് സീരീസ് സുക്കുമിച്ചി മോൺലൈൻ ഫാന്റസി സീസൺ 2 എപ്പിസോഡ് 2 ആണ്. വീഡിയോ ആണെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡ് മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഹീറോസും അവരുടെ ഫ്ലാഷ് ബാക്കും ആണ്. അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് വലുതായിട്ട് ഫൈറ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കൂടുതൽ കുറേ സമയങ്ങളെ നമുക്ക് വീഡിയോ ഇടുക. എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്ന ഹീറോ റീഇൻകാർനേറ്റ് ആവുന്നതിന് മുമ്പുള്ള ഒരു സീനാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു പെണ്ണ് വരുന്നു. എന്റെ പേര് ഹിബിക്കി, ഈ ഫയലൊക്കെ ഒന്ന് ക്ലാസ് ടീച്ചറിനെ കൊടുക്കാവോ എന്ന് പറഞ്ഞ് ഹീറോയുടെ കൊടുക്കുന്നു. പിന്നെന്താ ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഹീറോ തന്നെ മേടിച്ചോണ്ട് പോകുന്നു. പെണ്ണുങ്ങൾ മാത്രമുള്ള ആർച്ചർ ക്ലാസ്സിൽ ഇവൻ മാത്രമേ ഒരു ബോയ് ആയിട്ടുള്ളൂ. ഇവനല്ലേ ഒരു ഹീറോ എന്നാ പറയുന്നത്. എന്നാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്റെ ഈ ലൈഫിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നത്. എന്റെ ഈ ലൈഫിൽ ചാലഞ്ചിങ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫ് എനിക്ക് ബോറടിക്കുന്നു എന്ന് അവൾ ആലോചിക്കുന്നു. പെട്ടെന്ന് അവൾ ഗോഡസിന്റെ വെല്ലോട് സമാനാവുന്നു. അല്ല ഞാനിത് എവിടാ, ഞാനെങ്ങനെ ഇവിടെ വന്നേ എന്ന് അവൾ ഷോക്കാവുന്നു. ഹിബിക്കി ഓട്ടനോഷി, എന്റെ ഈ വേൾഡ് ഡേഞ്ചറിലാണ്. ഡീമൺ ലോണിൽ തോപ്പിച്ച് നീവാണ് ഈ വേൾഡ് രക്ഷിക്കാൻ. അതിനുവേണ്ടിയാണ് നിന്നെ ഞാൻ സമൻ ചെയ്തേക്കുന്നത് എന്ന് ഗോഡസ് പറയുന്നു. എന്റെ ലൈഫ് മര്യാദ ആക്കൊണ്ടിരുന്നത്, ഇതൊക്കെ എന്തിനാ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ അവൾ തിരിഞ്ഞു നടക്കുന്നു. നിന്റെ ലൈഫ് ഭയങ്കര ഈസി ആയിട്ടുള്ളത്, നിനക്ക് ബോറടിക്കുന്നില്ലേ? നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ കുറെ ആൾക്കാരും നിനക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ലൈഫും നിനക്ക് കുറെ പവറും ഞാൻ തരാം എന്ന് ഗോഡസ് പറയുന്നു. എങ്കിൽ ശരി, ഒരേ നോക്കാം എന്ന് ഹിബിക്കിയും സമ്മതിക്കുന്നു. ഇന്നായത് വെച്ചു, ഇത് നിനക്ക് വേണ്ടിയുള്ള എന്ന് പറഞ്ഞ് വൈറ്റ് കളർ ഡ്രസ്സ് കൊടുക്കുന്നു. ഇതെന്തോ സംഭവം എന്ന് അവളെ ചോദിക്കുന്നു. നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു ഹീറോ കൂടെ ഞാൻ അയച്ചേക്കാം എന്നാ ഗോഡസ് പറയുന്നു. പിന്നെ കാണിക്കുന്ന ഒരു കൊട്ടാരമാണ്. അങ്ങോട്ടേക്ക് അവിടുത്തെ ചർച്ചിലുള്ള ആൾ വരുന്നു. ഗോഡസ് നമുക്ക് വേണ്ടി ഒരു ഹീറോ അയക്കുന്നുണ്ട് എന്ന് ചർച്ചിലുള്ള ആൾ കിങ്ങിനോട് പറയുന്നു. പെട്ടെന്ന് ലേമിയ കിണ്ടത്തിലോട്ട് ലൈറ്റ് വരുന്നു. ഹിബിക്ക് അങ്ങോട്ടേക്ക് ടെലിപ്പോർട്ട് ആവുന്നു. ഗോഡസ് പറഞ്ഞ കാര്യം സത്യമാണ്, നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ഹീറോ വന്നു എന്ന് പറയാൻ അവർ ആഘോഷിക്കുന്നു. അല്ല ഇവിടെ എന്താ നടക്കുന്നേ എന്ന് അവൾ ആലോചിക്കുന്നു. ഞാനിവിടെ ഒന്നപ്പോൾ ആഘോഷിക്കാൻ പോയിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും വരില്ല എന്ന് ഹീറോ ആലോചിക്കുന്നു. അല്ല ഈ ലേമിയ കിങ്ങനെ കാണാൻ വേണ്ടി ജപ്പാൻ പോലുണ്ടല്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന്റെ മാപ്പ് ഹിബിക്ക് നോക്കുന്നു. തൊട്ടപ്പുറത്തുള്ള കണ്ടിലും ഹീറോ വന്ന കാര്യം സോൾജേഴ്സ് തമ്മിൽ പറഞ്ഞ കാര്യം ഹിബിക്ക് കേട്ടായിരുന്നു. എന്തിനാണ് ഗോഡസ് ഫസ്റ്റ് ഹീറോനെ അങ്ങോട്ടേക്ക് അയച്ചത് എന്നാ സോൾജേഴ്സ് പറഞ്ഞ ഹിബിക്ക് കേൾക്കുന്നു. അടുത്തുള്ള കൺട്രിയായിട്ട് ഇവർക്ക് നല്ല റിലേഷൻഷിപ്പ് അല്ലെന്ന് തോന്നുന്നു എന്ന് ഹിബിക്ക് ആലോചിക്കുന്നു. ആ ഗോഡസ് എനിക്ക് ഒരു കൂട്ടിന് വേണ്ടി വൂൾ സ്പീറ്റിനെ തന്നായിരുന്നു എന്നവൾ ആലോചിക്കുന്നു. ഇവളുടെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നാളെ കുറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ആദ്യം ആരെയൊക്കെ സെലക്ട് ചെയ്യും? എല്ലാവരും നോക്കി കണ്ടൊക്കെ സെലക്ട് ചെയ്യാം എന്നവൾ ആലോചിക്കുന്നു. ഇവളൊന്നും ചോരണ മണം പോലും മനില്ല. ഇവളൊന്നും ഫൈറ്റിന് യൂസ് ആവില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ലേഡി പോകാൻ പോകുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു മെജിഷ്യൻ വരുന്നു. നീ ഒരു ഡോഗിനെ പോലെ പാലാട്ടിയെന്നോ, എന്നെ കൊണ്ടൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോകാൻ പോകുന്നു. നീ പറഞ്ഞല്ല ഞാൻ കേട്ടായിരുന്നു, നിനക്കെന്തുകൊണ്ട് എന്റെ ക്രൂ ചെയ്യാന്നുള്ളൂ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. നിന്നെപ്പോലെ പുതുതായിട്ട് വന്നവരോട് ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് അവൾ പറയുന്നു. നിന്റെ ആഗ്രഹം പോലെ ഫ്രണ്ട് ലൈനിൽ നിന്നെ ഡീമൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടാം എന്ന് ഹിബിക്ക് പറയുന്നു. എങ്കിൽ ശരി എന്ന് അവൾ സമ്മതിക്കുന്നു. എന്റെ പേര് നബർ എന്ന് പറഞ്ഞ രണ്ടുപേരും പരിചയപ്പെടുന്നു. പക്ഷേ എന്ത് പറയാൻ, എന്റെ കൂടെ ആദ്യം ജോയിൻ ചെയ്ത ഒരു ഡ്രാഗനായിരുന്നു എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന അവരെല്ലാം കൂടെ കാസിലിന്റെ പുറത്തേക്കുന്നതാണ്. ഇതെന്താ പ്രീസ്റ്റസ് ഇതുവരെ വരാത്തത്, കുറെ നേരം ആയല്ല എന്ന് പറഞ്ഞ് അവർ നോക്കുമ്പോൾ കാണുന്നത് ആ പ്രീസ്റ്റസ് ഒന്ന് വേണ്ടി പറഞ്ഞു നടക്കുന്നതാണ്. അവരുടെ അടുത്തായിട്ട് കുറച്ച് മോൺസ്റ്റേഴ്സും ഉണ്ട്. അവിടെ കുറച്ച് കോബോൾസേ ഉള്ളൂ. പെട്ടെന്ന് പോയി അതൊക്കെ കാറിന് മുമ്പ് കൊല്ലണം, ഇല്ലെങ്കിൽ അതൊക്കെ കാറി എന്റെ കൂട്ടത്തെ മൊത്തം വിളിച്ചോണ്ട് വരും എന്ന് അവരുടെ കൂടെയുള്ള പറയുന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് ആരെ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അറ്റാക്കാൻ വേണ്ടി സഹായിക്കാം എന്ന് ഹിബിക്ക് പറയുന്നു. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ കോബാൾസിനെയൊക്കെ കൊല്ലുന്നു. എന്നാൽ ഹിബിക്ക് എന്നെ കൊല്ലാൻ പറ്റുന്നില്ല. ആ സമയം യൂസ് ചെയ്ത് ആ മോൺസ്റ്റർ ബാക്കിയുള്ളവർക്ക് സിഗ്നൽ കൊടുക്കുന്നു. അതൊന്നും എന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റാഞ്ഞേ എന്ന് പറഞ്ഞ് അവൾ ഷോക്കായി നിൽക്കുന്നു. ഇതൊട്ടും നല്ലതല്ലേ, നമ്മളെ കൊണ്ട് തടയാൻ പറ്റില്ല. ഹിബിക്ക് നീ ഇവിടെ വേഗം പോക്കോ എന്ന് നബാർ പറയുന്നു. ഞാൻ കാരണം ഇവരെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഇല്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഹിബിക്ക് അറ്റാക്കാൻ റെഡിയാകുന്നു. ഞാൻ ഈ വേൾഡ് രക്ഷിക്കാമെന്ന ഹീറോയാണ്, ഞാൻ ആരെയും മരിക്കാൻ വിടില്ല എന്ന് പറഞ്ഞ് അവൾ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവരെല്ലാം കൂടെ ചേർന്ന് ആ മോൺസ്റ്റേഴ്സിനെയൊക്കെ കൊല്ലുന്നു. ആദ്യമായിട്ട് ഹിബിക്ക് ഒന്നുകൊണ്ട് അതോർത്ത് അവൾ കരയുന്നു. നെബർ പോയി അവളെ സമാധാനിപ്പിക്കുന്നു. എന്നെ രക്ഷിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. എന്റെ പേര് ഹാസിക്കി, എനിക്ക് നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അവരെ ഷോക്കാവുന്നു. ഇവക്ക് എന്ത് പറ്റി? ആ രാജ്യത്തിലെ പ്രീസസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് രാജ്യത്തിനടക്കം പ്രശ്നം വരും എന്നാൽ കൂളോളം പറയുന്നു. അതിനൊരു വഴിയുണ്ട്, എന്റെ ഈ മൂടി ഞാൻ മരിച്ചതിന്റെ പ്രൂഫായിട്ട് കാണിച്ചാൽ മതി, അത് അവർ വിശ്വസിച്ചോളും എന്ന് പറഞ്ഞ് ആസിക്ക് കൊടുക്കുന്നു. എനിക്ക് നിങ്ങളോട് ചേർന്ന് ഫൈറ്റ് ചെയ്യണം, ഇത്രയും വലിയ മുടിയും വെച്ച് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മുടി പോയാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ പറയുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ മുടിയൊക്കെ വെട്ടിക്കളാണോ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ, നിങ്ങൾക്ക് അത് ഭംഗിയായിട്ടുള്ള ഞാൻ വെട്ടിന്ന് പറയാൻ വെറുതെ എന്തിനാ വെട്ടിക്കളയുന്നേ എന്ന് ആസിക്ക് പറയുന്നു. എങ്കിൽ ശരി, നീ നിന്റെ ഹീലിംഗ് മാജിക് ഒക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചതാ എന്ന് ഹിബിക്ക് പറയുന്നു. ഇതേക്കുമ്പോൾ അവൾ ഹാപ്പി ആവുന്നു. അതിനുശേഷമുള്ള ഒരു ഫൈറ്റിന് ഞങ്ങൾ തോറ്റിട്ടില്ല, ആരെ കൊണ്ട് ഞങ്ങൾ തോപ്പിക്കാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആ ഒരു സാമാനത്തെ കാണുന്നവരെ അവരേണ്ട സാധനം ഒരു ബ്ലാക്ക് സ്പൈഡർ ആയിരുന്നു, ഒരു വലിയ സ്പൈഡർ, അതായത് നമ്മുടെ മിയ. അങ്ങോട്ട് തന്നെ കയറി കൊടുത്ത് കിട്ടേണ്ട കിട്ടുമ്പോൾ പഠിച്ചോളൂ. ഹീറോ തന്നെ എങ്ങനെയാണ് പിടിച്ചെന്ന് അറിയാലോ. ഇതാണ് ലെജൻഡറി ബ്ലാക്ക് സ്പൈഡർ. ഇത് അതിന്റെ കണ്ണി കാണുന്ന എല്ലാം തിന്നും. ഇതിനെ നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല എന്നാൽ സോർട്സ് പാൻ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോഴേക്കും ആ സ്പൈഡർ ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്പർ ഫസ്റ്റ് പോയി അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ അതിന്റെ അകത്തൊരു സ്ക്രാച്ച് പോലും എഴുന്നില്ല. ഇത് നല്ല സ്ട്രോങ് ആണ് എന്ന് അവൾ പറയുന്നു. അതിനെ ഐസ്മാറ്റിക് വെച്ച് ഫ്രീസ് ചെയ്യാൻ നോക്കുന്നവർക്ക് നടക്കുന്നില്ല. നമ്പർ കഷ്ടപ്പെട്ട് അതിന്റെ ഒരു കാല് വെട്ടിക്കളഞ്ഞു. ഞാൻ ഒരു കാല് ഉണ്ട്, ബാക്കി നിങ്ങൾ നോക്കിയോ എന്നാൽ പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവുന്നു. ഏത് റീജനറേറ്റ് ആയി? ഇത് കണ്ട് അവർ ഷോക്കാവുന്നു. ആ സ്പൈഡർ ഹിബിക്ക് നേരെ വെബ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഹിബിക്ക് അറ്റാക്ക് രക്ഷിക്കുമ്പോൾ നെബറിൽ അത് വിട്ടുപോകുന്നു. എന്നാൽ ഹിബിക്ക് പെട്ടെന്ന് പോയി നെബറിനെ രക്ഷിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് സ്പൈഡറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ഉള്ള വൂർ സ്പീറ്റിനെയും മറ്റുള്ളവരെയും ആ സ്പൈഡർ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ അവരെല്ലാവരും ബോധം പോയി. അല്ല ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാധനം ഭയങ്കര സ്ട്രോങ് ആണ്, ഇല്ല എന്നെ കൊണ്ട് തോക്കാൻ പറ്റില്ല, എന്നാ വാ നോക്കാം നീയോ ഞാനോന്ന് എന്ന് പറഞ്ഞ സ്പീഡിൽ പോയി ഒരു കണ്ണ് വെട്ടിക്കളയുന്നു. എന്റെ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ടും എന്നെ കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അവളുടെ ബോധം പോകുന്നു. അവൾ കണ്ണോർക്കുമ്പോൾ ആ പാലസിലാണ്. ഞാനെങ്ങനെ ഇവിടെ വന്നേ? അവരൊക്കെ ഇവിടെ? അവരെല്ലാം സേഫ് ആയിട്ടാണുള്ളത്. നല്ല നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ അവളെ ഹാപ്പി ആവുന്നു. ഇന്നത്തെ ദിവസം കൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഇനി സ്ട്രോങ് ആവണം, അടുത്തവണ ഞാൻ ഒരിക്കലും തോക്കത്തില്ല ബ്ലാക്ക് സ്പൈഡർ എന്ന് പറഞ്ഞ അവൾ ചിരിക്കുന്നു. ഇവക്ക് കിട്ടിയൊന്നും പോരേടേ. പിന്നെ കാണിക്കുന്നത് ഹിബിക്ക് സമാനാവുന്നതിന് മുമ്പുള്ള കാര്യമാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. നിനക്ക് കുറച്ച് ഭംഗിയൊന്നും പറഞ്ഞ് നീ ഭയങ്കര സംഭവമാണെന്നാണ് എന്റെ വിചാരം. മൊത്തം പെണ്ണുങ്ങൾ നിന്റെ പുറകെ ആണല്ലോടാ, നീ അവരെ എന്ത് കാണിച്ചിട്ടാണ് മയക്കുന്നേ എന്ന് പറഞ്ഞ അവിടുത്തെ റൗഡി പിള്ളേരൊക്കെ ആ ചെറുക്കനൊക്കെ സീൻ കാണിക്കുന്നു. നിങ്ങൾ എന്തിനാ അവനോട് പ്രശ്നം ഉണ്ടാക്കുന്നേ? അവനെ വെറുതെ വിട് എന്ന് പറഞ്ഞ് കേൾസ് അവനെ രക്ഷിക്കുന്നു. എനിക്ക് നിങ്ങളെ എളുപ്പമൊന്നും വേണ്ട എന്ന് പറഞ്ഞ അവൻ കരഞ്ഞോണ്ട് ഓടുന്നു. കുറച്ച് ഭംഗിയുള്ളതായിട്ട് ജനിച്ച എന്റെ ഒരു പോണ ഗെയിമിൽ വരെ ഞാൻ ഒരു ലൂസറാണ്, ഞാനെങ്ങനെ റീഇൻകാർനേറ്റ് ആയി സ്ട്രോങ് ആയിട്ട് മാറിയിരുന്നെങ്കിൽ എന്നവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോഡ്സ് അവനെ സമൻ ചെയ്യുന്നു. ടോമക്കി ഇവകാശി, എന്റെ ഈ വേൾഡ് വലിയൊരു ആപത്തിലാണ്, എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല
പറയുന്നില്ല. നീ വേണം ഈ ലോകത്തെ രക്ഷിക്കാൻ. എന്താണെന്നാൽ നീയാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ചവൻ. നിന്റെ കൂടെ വേറൊരു ഹീറോനെ കൂടെ ഞാൻ അയച്ചേക്കാം. നിനക്ക് ഡീമൻസിനെ തോപ്പിക്കാൻ വേണ്ടിയുള്ള സ്ട്രെങ്തും മാജിക്കും അതുപോലെ ഫ്ലൈങ് ബൂട്ട്സും മറ്റുള്ള അറ്റാക്ക് ചെയ്യുന്ന അയ്യും ഞാൻ തരാം എന്ന് ഗോഡസ് പറയുന്നു. ഇതൊക്കെ തന്നെ ഓവർ പവറാ. എന്നാലും വലുതൊക്കെ എക്സ്ട്രാ കിട്ടിയാലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും പവറേ ഉള്ള എന്ന് അവൻ ചോദിക്കുന്നു. നിനക്ക് ഞാൻ ഇമ്മോർട്ടാലിറ്റി തരാം. എന്നാൽ അത് നൈറ്റ് മാത്രമേ വർക്കാകത്തുള്ളൂ എന്ന് ഗോഡസ് പറയുന്നു. എനിക്ക് എന്റെ ലുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്ന് അവൻ ചോദിക്കുന്നു. അതിന്റെ ഇഷ്ടം പോലെ ഏതോ എന്ന് ഗോഡസ് പറയുന്നു. എന്നിട്ട് ഗോഡസ് അവനെ ക്രിപ്റ്റോണിയ കിങ്ഡത്തിലൂടെ ടെലിപ്പോർട്ട് ചെയ്യുന്നു. ആ രാജ്യത്തെ ക്യൂൻ വന്ന് അവനെ സ്വീകരിക്കാൻ വരുന്നു. അപ്പൊ ശരിക്കും ഞാൻ വേറൊരു വേൾഡിൽ വന്നല്ലേ എന്ന് അവൻ നോക്കുന്നു. ഓ ഹീറോ, നിങ്ങൾ വന്നു. ഞാൻ നിങ്ങൾ ഈ രാജ്യത്തോട്ട് വെൽക്കം ചെയ്യുന്നു. എന്നാൽ ക്യൂൻ പറയുന്നു, ഇതെന്നാ നിങ്ങളുടെ ഡ്രസ്സ് പ്രോപ്പർ അല്ലാത്തത്. ഞാൻ നിങ്ങൾ ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ അവനെ കൊണ്ടുപോകുന്നു. പെട്ടെന്ന് ക്യൂൻ അവളുള്ള ഒരു നൈറ്റിനെ വിളിക്കുന്നു. പറഞ്ഞ പോലെ ആ ഗോഡസ് ഒരു ഹീറോനെ അയച്ചല്ലേ എന്നാൽ നൈറ്റ് നോക്കുന്നു. ഇതാണ് ടോമോക്കി, അതുപോലെ ഇതാണ് സെലിഷ്യ എന്ന് ക്യൂൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതുള്ള ലേഡി ലൈറ്റാ, ഞാൻ ആദ്യമായിട്ട് ഒരു ലേഡി ലൈറ്റിനെ കാണുന്നത് എന്ന് പറഞ്ഞ് അവൻ അടുത്തോട്ട് പോകുന്നു. നീ ഒരു ഹീറോ ആണ്, നിനക്ക് കുറച്ച് മാനേഴ്സ് ഒക്കെ വേണം എന്നാ നൈറ്റ് പറയുന്നു. സോറി എന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് അവന്റെ കണ്ണിന്റെ പവർ ആക്ടിവേറ്റ് ആവുന്നു. പെട്ടെന്ന് ആ നൈറ്റിനോട് ഇഷ്ടം തോന്നുന്നു. ഇതെല്ലാം ആ ക്യൂൻ കാണുന്നുണ്ട്. ഹീറോ വരും, നമുക്ക് നിങ്ങളുടെ ലെവൽ ആൻഡ് എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. ഇനി എന്തൊക്കെ കാണണം എന്തോ. എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ഇവിടെ ടെസ്റ്റ് എടുത്തോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ക്യൂൻ ആരെയോ കാണാൻ പോകുന്നു. അവന്റെ പവർ എന്തൊക്കെയാ എന്ന് ക്യൂൻ ചോദിക്കുന്നു. അവന്റെ മാജിക്കായി മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യും എന്ന് അവളുള്ള ആൾ പറയുന്നു. ആ പവർ റോയൽ ഫാമിലി അഫക്ട് ചെയ്യാത്ത പോലെ എന്തെങ്കിലും ചെയ്യണം എന്ന് ക്യൂൻ പറയുന്നു. എന്നിട്ട് ക്യൂൻ യൂക്കിനാർട്സ് എന്നും പറഞ്ഞ റിസർച്ചറിനെ കൊണ്ടുവരുന്നു. ഇവളാണ് അവിടുത്തെ ബെസ്റ്റ് റിസർച്ചർ എന്ന് പറഞ്ഞ് അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ ഗോളത്തിനൊക്കെ ഉണ്ടാക്കും, എനിക്ക് അതൊക്കെ കാണണോ എന്ന് അവൾ ചോദിക്കുന്നു. പെട്ടെന്ന് അവനെ മാജിക്കലി ആക്ടിവേറ്റ് ആവുന്നു. പെട്ടെന്ന് അവളും അതിൽ അഫക്റ്റ് ആകുന്നു. നൈറ്റിന്ന് റൂമിലോട്ട് പോയി അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാം എന്ന് അവൾ പറയുന്നു. ക്യൂനെല്ലാം അറിയാമെങ്കിലും അറിയാത്ത പോലെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന ആ പാലസിന്റെ സൈഡിൽ കൂടെ അവൻ നടന്നു പോകുന്നതാണ്. അവിടെ ഒരു പെണ്ണ് ഡ്രാഗനോട്ട് നിൽക്കുന്ന അവൻ കാണുന്നു. ഇതൊരു ഡ്രാഗൻ അല്ലേ എന്ന് അവൻ പോയി അവളോട് ചോദിക്കുന്നു. അത് ഇതൊരു ഡ്രാഗനാണ്, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഡ്രാഗൻ ടൈമർ എന്ന് അവൾ പറയുന്നു. എന്റെ പേര് മോറ, എനിക്ക് ഈ ഡ്രാഗൻസ് അല്ലാതെ വേറെ ഫാമിലി ഒന്നുമില്ല എന്ന് അവൾ പറയുന്നു. ഓ അങ്ങനെയാണോ, സോറി എന്ന് അവൻ പറയുന്നു. അവന്റെ മാജിക്കയിൽ അവൾ എഫക്ട് ആവുന്നു. അങ്ങനെയാണ് നിനക്ക് എന്റെ ടീമിൽ ജോയിൻ ചെയ്തൂടെ എന്ന് അവൻ ചോദിക്കുന്നു. വേണമെങ്കിൽ കല്യാണം കഴിച്ചു. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എനിക്ക് ഫാമിലി ആവും എന്ന് അവൾ ചോദിക്കുന്നു. ക്യൂൻ വന്ന് അവനെ കാണുന്നു. അവന്റെ കണ്ണിന്റെ പവർ അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ആ ക്യൂന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഗിൽറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 3 പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ടീമപ്പ് ആയിക്കോ. നിങ്ങൾ ഈ ലോകത്തെ രക്ഷിക്കാൻ പോകുന്ന ഒരു ഹീറോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു കാര്യത്തെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട എന്നാൽ ക്യൂൻ പറയുന്നു. ശരിയാണ്, ഞാനൊരു ഹീറോ ആണ്, ഞാനാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ പോകുന്നത്. എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഇവിടെ ചെയ്യാം എന്നവൻ ആലോചിക്കുന്നു. എന്റെ ഈ ഗ്രറ്റോണിയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും എന്നാൽ ക്യൂൻ ചിന്തിക്കുന്നു. എന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നൊരു ബ്ലാക്ക് സ്പൈഡർ റൈസ് ചെയ്ത് എന്ന് ഹീറോ പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് മെയിനായിട്ട് ബാക്കിയുള്ള ഹീറോസിനെ കുറിച്ചും അവരുടെ ഫ്ലാഷ് ബാക്ക് വരുന്നു. അതൊക്കെ എന്നെ കൊണ്ട് പെടുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഡെയിലി വീഡിയോ ഇടാത്തതിന്റെ കാരണം എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ പകുതി കൂടുതൽ ദിവസം വേണം. അതാണ് മെയിൻ റീസൺ. അതുപോലെ വീഡിയോ ആണെന്നല്ല ഒരു മാക്സിമം ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.